उसको मैंने कहा खाली पाकिस्तानी तमाम इस रीजन के जो सार्क कंट्रीज हैं, जो हमारा सार्क था जिसको जो काम नहीं करता है, तो वो इन सारे रीजन्स का बड़ा भाई बन के इस रीजन को एक लीडरशिप देनी पड़ेगी, इस खित्ते को एक लीडरशिप देनी पड़ेगी। नुकसान हो गया क्योंकि यहाँ हमारे मुल्क में कहा जा रहा है कि नुकसान तो हुआ है, पहले पाकिस्तान ने शुरुआत की, अगर पहलगाम का इंसिडेंट नहीं होता वही में रीजन तो बन गया जंग का। മെഹബൂബ മുഫ്തി പ്രതികരിക്കുകയായിരുന്നു. നേരത്തെ ഈ അവിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അവർ കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അത്തരമൊരു സുപ്രധാന നടപടിയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നു. ശ്രീനഗറിലെ ജനങ്ങളുടെ പ്രതികരണമാണ് നേരത്തെ കണ്ടത്. അവർ അതിനെ ആശ്വാസത്തോടെ കാണുന്നുണ്ട്. അവിടെ നിലവിലെ സ്ഥിതിഗതികൾ അത് അനുഭവിച്ചറിഞ്ഞവരാണ് അവിടുത്തെ ജനങ്ങൾ എന്നതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. എസ് വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ നടക്കുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഈ DGMOമാർ തമ്മിൽ. എന്തൊക്കെ അതിൽ പ്രതീക്ഷിക്കണം വിജയകുമാർ? ഇതിൽ ഉറപ്പായും ഉന്മേഷ്, ഇന്ത്യ തുടർ ചർച്ചകൾ നടന്നാൽ അതിൽ ആവശ്യപ്പെടാൻ പോകുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദികളായ ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നുണ്ട് പാകിസ്ഥാൻ. അതിൽ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന TRF ആണ് അതിന് നേതൃത്വം നൽകിയത്. ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ആളെ അയച്ചത് TRF ആണ്. TRF നമുക്കറിയാം, അത് ഒരു പ്രോക്സി, ഒരു നിഴൽ സംഘടനയാണ് ലഷ്കർ-ഇ തയ്യബയുടേത്. ലഷ്കർ-ഇ തയ്യബയുടെ പ്രധാനപ്പെട്ട അതിൻ്റെ കൊടും ഭീകരവാദികളൊക്കെ അവിടെ ഇപ്പോഴും പാകിസ്ഥാനിലുണ്ട്. ഹഫീസ് സയ്യിദ് ഉണ്ട്, ജെയ്ഷെ മുഹമ്മദിൻ്റെ മൗലാന മസൂദ് അസർ ഉണ്ട്. ഇവരൊക്കെ വിവിധ കേസുകളിൽ ഇന്ത്യ വിചാരണ നടത്തണം എന്നത് ഇന്ത്യയുടെ നിയമപ്രകാരം അവർ വിചാരണ ചെയ്യേണ്ടതാണ്. ഇവരെയൊക്കെ വിട്ടുകിട്ടുക എന്നതൊക്കെ ഇന്ത്യയുടെ കുറേ കാലങ്ങളായുള്ള പാകിസ്ഥാനോടുള്ള ആവശ്യമാണ്. അതിന്മേലൊക്കെ ഈ ചർച്ച മുന്നോട്ട് പോകുമോ എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ നടക്കാൻ ഇതിൻ്റെ തുടർ ചർച്ചകൾ നടന്നാൽ ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉറപ്പായും ഇന്ത്യക്ക് ശിക്ഷിക്കേണ്ടതുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിപട്ടികയിൽ ഉള്ളവരെ, പാകിസ്ഥാനിലുള്ളവരെ ഇന്ത്യക്ക് കൈമാറുക എന്നതടക്കം പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കും. പരമ്പരാഗതമായി പാകിസ്ഥാൻ ഇതിൽ സ്വീകരിക്കുന്നത് ഇവരാരും പാകിസ്ഥാനിലില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പറയാൻ ഇത്തവണ അവർക്ക് കഴിയില്ല. അവരുടെ ഹൈഡ് ഔട്ടുകൾ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അതിൻ്റെ സുപ്രീം കമാൻഡർമാരടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ, അതുപോലെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ട്. പഞ്ചാബ് പ്രവിശ്യ മുഖ്യമന്ത്രി മറിയം നവാസ് അതിലൊരാളുടെ സംസ്കാര ചടങ്ങിൽ അന്തിമോപചാരം അർപ്പിച്ചു എന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തെളിവുകളും ഇതിൻ്റെയൊക്കെ വിവരങ്ങളും ഉള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ പാക് മിലിറ്ററി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. ഈ കൊടും ഭീകരർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മളുടെ പതിവ് വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഉയർത്തിക്കാട്ടിയതാണ്. പാകിസ്ഥാൻ അത് ചലഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മുന്നിൽ തെളിവുകളായി നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന്മേലൊക്കെ ആയിരിക്കാം ഇനി ചർച്ചകൾ നടക്കുക. അതിൻ്റെ ഈ ചർച്ചകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്തുകൂടി ഭീകരരെ സഹായിക്കുക, അവർക്ക് ആളും അർത്ഥവും ഇൻഫ്രാസ്ട്രക്ചറും കൊടുക്കുക, അവരെ ഇന്ത്യയുടെ വിവിധ അതിർത്തികളിലൂടെ കടത്തിവിടാൻ ശ്രമിക്കുക, ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിനൊപ്പം ഇന്ത്യയുമായി ചർച്ച നടത്താമെന്ന് പറഞ്ഞ് രംഗത്ത് വരിക. ഈ രണ്ടും കൂടി ചേർന്ന് പോകില്ല എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. അതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ അല്ലെങ്കിൽ മറ്റൊരു പ്രധാനമന്ത്രിയാണോ എന്നുള്ളതല്ല, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു നിലപാടാണത്. അപ്പോൾ ആ നിലപാട് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇന്ത്യ പിന്തുടർന്ന് പോരുന്നുണ്ട്. ഇന്ത്യ ഇതിനിടയിൽ മുന്നോട്ട് വെച്ച ഇപ്പോൾ ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വെച്ച എല്ലാ ശ്രമങ്ങളോടും പാകിസ്ഥാൻ നിഷേധാത്മകമായി പ്രതികരിക്കുകയും ആ ചർച്ചകൾ ഫലവത്താകാതെ പോവുകയും ഒക്കെ നമുക്കറിയാം. സംജോത എക്സ്പ്രസിൻ്റെ കാര്യങ്ങൾ, ബസ് സർവീസ്, അങ്ങനെ ആഗ്ര ഉച്ചകോടി നമ്മളുടെ മുന്നിലുണ്ടല്ലോ. ഇതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താണ് നമുക്ക് തിരിച്ചു കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചർച്ചകളുടെയൊക്കെ പ്രസക്തി എത്രയുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഈ വിഷയത്തിൽ, ഈ പഹൽഗാം വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ചർച്ച നടക്കുകയാണെങ്കിൽ അതിലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആവശ്യം ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്, TRF എന്ന ഈ ഭീകരാക്രമണം ഓപ്പറേറ്റ് ചെയ്ത് നടപ്പാക്കിയ അതിൻ്റെ മാസ്റ്റർ മൈൻഡ് ഉൾപ്പെടെ പാകിസ്ഥാനിലുണ്ട്. അവർക്ക് പെഷാവറിലോ റാവൽപിണ്ടിയിലോ ആണ് അയാൾ ഉള്ളത് എന്നാണ് നമ്മൾ അറിയുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് വിഭാഗത്തിന്, നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനൊക്കെ കുറെ കൂടി കൃത്യമായ വിവരങ്ങൾ കാണും. അത് ഈ ചർച്ചയിൽ അറിയിക്കുകയും അയാളെ വിട്ടുകിട്ടണം, അല്ലെങ്കിൽ ഇത്തരം ആളുകളെ വിചാരണ ചെയ്യണം, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ആയിരിക്കും ചെയ്യുക. ഇപ്പോൾ തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഇന്ത്യയിൽ നിയമപരമായ നടപടികൾക്ക് തഹാവൂർ റാണ വിധേയനാവുകയാണ്. അപ്പോൾ ആ നിലയിലുള്ള കൈമാറ്റത്തെ പറ്റിയൊക്കെ ആയിരിക്കും പാകിസ്ഥാനുമായി ഇന്ത്യ ഒരുപക്ഷെ അടുത്ത ഘട്ട ചർച്ചയിൽ
ഉന്നയിക്കുക. അതിനപ്പുറത്തേക്ക് കശ്മീർ വിഷയത്തിലോ അല്ലെങ്കിൽ അതിർത്തി പ്രശ്നത്തിലോ ഒന്നും ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച ഈ ദിന്മേൽ നടക്കില്ല. പഹൽഗാം മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളിൽ ഉറപ്പായും ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ നൽകാൻ പോകുന്നത് ഒരു കുറ്റപത്രം തന്നെയായിരിക്കും. അതിൽ എന്തായിരിക്കും പാകിസ്ഥാന്റെ നിലപാട് എന്നതൊക്കെ ഈ വിഷയത്തിലെ ഈ മേഖലയിലെ സമാധാനത്തിന്റെ നിർണായക ഘടകങ്ങളായി മാറാൻ തന്നെയാണ് സാധ്യത. ഉന്മേഷം.